गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः. ഓം വിശ്വബ്രഹ്മണേ നമഃ. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ നാഗരികത കുടികൊള്ളുന്ന അനന്തപുരിയിൽ കരമഹർഷിയുടെ മനയായ കരമനയിൽ പ്രപഞ്ച സൃഷ്ടാവും വാസ്തുപുരുഷനും ദേവാദിദേവനും വിദ്യാഗുരുവുമായ വിശ്വബ്രഹ്മദേവൻ്റെയും ഗായത്രി ദേവിയുടെയും പഞ്ചമുഖ ഗണപതിയുടെയും നാഗദേവതകളുടെയും ആരാധനാ കേന്ദ്രമായ തിരുവനന്തപുരം കരമന ശ്രീദേവി നഗർ നാഗരുകാവ് വിശ്വബ്രഹ്മദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ കലശം 2025 ജൂൺ 30, ജൂലൈ 1 എന്നീ തീയതികൾ നടക്കുകയുണ്ടായി. അതിൽ രണ്ടാം ദിവസം ക്ഷേത്രത്തിൽ രാവിലെ നടന്ന കലശപൂജയും സന്യാസി വര്യന്മാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കലും തുടർന്ന് നടന്ന ഘോഷയാത്ര നഗരപ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അഭിഷേകാദികൾക്ക് ശേഷം സമൂഹസദ്യയും നടക്കുകയുണ്ടായി. ഇവിടെ നടന്ന ഈ ഭക്തിനിർഭരമായ കാഴ്ചകളെ ഹരിപ്രിയ പ്രൊഡക്ഷൻ സ്വാഭിമാനം കാഴ്ചവെക്കുന്നു. നാഗരുകാവ് വിശ്വബ്രഹ്മ ദേവക്ഷേത്രം വളരെ വ്യത്യസ്തതകൾ നിറഞ്ഞതാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്ന തരത്തിലുള്ള നിർമ്മിതിയോ പ്രതിഷ്ഠകളോ അല്ല ഇവിടത്തേത്. വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ 5 ഭാഗങ്ങളിലായി 5 തിരുനടകൾ ഉണ്ട്. ഒന്നാമത്തെ തിരുനടയിൽ പഞ്ചമുഖത്തോടു കൂടിയ വിശ്വബ്രഹ്മനും തൊട്ടടുത്തായി പഞ്ചമുഖത്തോടു കൂടിയ വേദമാതാവായ ഗായത്രി ദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അടുത്ത തിരുനടയിൽ മനുബ്രഹ്മൻ എന്നറിയപ്പെടുന്ന ശിവഭഗവാനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അടുത്ത നടയിൽ വിശ്വജ്ഞാന ബ്രഹ്മൻ എന്നറിയപ്പെടുന്ന സൂര്യദേവനും അടുത്ത നടയിൽ ശില്പബ്രഹ്മൻ എന്നറിയപ്പെടുന്ന ഇന്ദ്രനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അഞ്ചാമത്തെ തിരുനടയിൽ മയബ്രഹ്മനായ വിഷ്ണുദേവനെയാണ് ആരാധിക്കുന്നത്. വൃത്താകൃതിയിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗത്തായി മഹാമേരുവിൻ്റെ മുകളിലായി ശ്രീചക്ര പ്രതിഷ്ഠയുമുണ്ട്. മധ്യഭാഗത്തു തന്നെ ബ്രഹ്മദേവനെയും പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു. കൂടാതെ ഈ ദേവതകളുടെ വാഹനങ്ങളെ ശ്രീകോവിലിന് മുന്നിലായി ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യത്യസ്തമായ കാഴ്ചയും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിൽ ഗണപതി സങ്കല്പമായി പഞ്ചമുഖ ഗണപതിയെയാണ് ആരാധിക്കുന്നത്. ക്ഷേത്രപ്രകാരത്തിന് പുറത്ത് വലിയ അരശുമര ചുവട്ടിൽ നാഗദേവതകളെയും പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു. കൂടാതെ ബ്രഹ്മരക്ഷസനും ഇവിടെ സ്ഥാനം നൽകി ആരാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് മുൻവശത്ത് ഇടതുഭാഗത്തായി അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ദക്ഷിണാമൂർത്തിയുടെ ബിംബവും അതിനടുത്തായി വിശ്വബ്രഹ്മദേവൻ്റെ ബിംബവും നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ നാഗപഞ്ചമി, ഋഷിപഞ്ചമി, വിനായക ചതുർത്ഥി എന്നിവ സമുചിതമായി ആഘോഷിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7 മുതൽ 9:30 വരെ വാസ്തുദോഷ നിവാരണ പൂജ നടത്തിവരുന്നു. ക്ഷേത്രതന്ത്രി ഡോക്ടർ കരമന ബാലകൃഷ്ണൻ ആചാര്യ അവർകളും ക്ഷേത്ര മേൽശാന്തി ശ്രീ സുരേഷ് അവർകളുമാണ്. ക്ഷേത്രവിലാസം നാഗരുകാവ് വിശ്വബ്രഹ്മ ദേവക്ഷേത്രം, ശ്രീദേവി നഗർ, കരമന, തിരുവനന്തപുരം. മുൻജന്മ പാപത്താൽ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന വിവാഹ തടസ്സം, സന്താന ജന്മ തടസ്സം, വിദ്യാ തടസ്സം, ഉദ്യോഗ കയറ്റ തടസ്സം, വാസഗൃഹത്തിനും സ്ഥലത്തിനും ഉണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ ഇവകൾക്ക് പരിഹാരമായി നാം ചെയ്യുന്ന പൂജകളേക്കാൾ ഏറെ ഐശ്വര്യ സൗഖ്യങ്ങൾ തരുന്ന ദേവസ്ഥാനമാണ് ഇവിടം. ഈ ദിവ്യസ്ഥാനത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവത് കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തയ്യാറാക്കിയ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു സജ്ജനങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് വഴി ഈ ക്ഷേത്രത്തിൻ്റെ യശസ്സും കീർത്തിയും നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും വർദ്ധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
ക്ഷേത്രത്തിന്റെ യശസ് വർദ്ധിക്കുമാറാകട്ടെ നാം ദേവനാമത്തിൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഓം വിരാണ വിശ്വകർമ്മണേ നമഃ. ഓം വിരാണ വിശ്വകർമ്മണേ നമഃ. ഓം വിരാണ വിശ്വകർമ്മണേ നമഃ. ഓം വിരാണ വിശ്വകർമ്മണേ നമഃ. പ്രതിഷ്ഠയായിട്ട് ഇന്ന് 12 വർഷം തികയുകയാണ്. ഈ 12 വർഷക്കാലം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ ഘോഷയാത്രയിൽ ആദ്യമായി ഇതിൻ്റെ വിളംബരത്തിൻ്റെ വാഹനവും അതിൻ്റെ തുടർന്ന് നമ്മുടെ വിശ്വകർമ്മ വിഭാഗത്തിലെ ഋഷിവര്യന്മാരുടെ യാത്രയും അവരുടെ നേതൃത്വ ഭക്തജനങ്ങൾ ദേവന് ഹൃദയപൂർവ്വം അർപ്പിക്കുന്ന കലശ ഘോഷയാത്രയുമാണ്. ആ ഭാരവാഹികൾ ഋഷീശ്വരന്മാരെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിശ്വകർമാവേ ശ്രീ യോഗനാഥ വിശ്വബ്രഹ്മാവേ മാലുകൾ തീർത്തെന്നും കാത്തുപാലിക്കേണം വിശ്വരൂപ കാത്തുപാലിക്കേണം വിശ്വരൂപ എല്ലാ സമയവും പൊൻതിരുനാമങ്ങളും വിശ്വകർമാവേ കാരുണ്യമാ കാത്തുപാലിക്കേണം വിശ്വരൂപ. മലയാളം പഠിക്കില്ല, മലയാളം പഠിക്കില്ല. നമ്മൾ ഇടയിലില്ല, വെണ്ണിലും തിരിയാതില്ല. നീ പോട്ടപ്പോൾ രോഗം സൃഷ്ടി ചെയ്ത पवित्रेण सदेन च इदं ब्रह्म पुनीमहे वैश्वदेवे गुणदे देव्याः यस्यैव त्वे स्तनवो वेदभट्टाः वयामदन्तस्सर्वाद्येषु वयामयोगोः या वा पृथिवे वयसा वयोभिः वृद्धावरे यज्ञे माम्नीरा वृद्भिः सविधस्त्रभिः वैदेवी ऋषभिः सम्मृतमृतम् सर्वंशबोधमस्तानि सुदितं मातरेश्वरा पावमानेभ्यो नेति ऋषभिः सम्मृतमृतम् ऋषभिः सम्मृतो रसः ब्राह्मणे स्वमृतम् इदं पावमाने विशन्तु नः यमं लोभमतो अमुं कामान् समर्थयन्तु नः भूर्ध्वन्जिहादिवेदनं तन्नास्त्वद्धिपते सञ्चतुष्पते ्यामणानन्नाथो भवति जायन्त ये केतो भयादतः कामो दक्षिणे तस्माः राजाधिराजाय प्रसज्ञधायिने नमो वयं वै श्रवणाय कुर्महे समे कामान् कामकामाय मह्यम् कामेश्वरो वै श्रवणो ददातु कुबेराय वै श्रवणाय महाराजाय नमः
न कर्मणा न प्रजया धनेन त्यागेनैके अमृतत्वमानसुः परेण नाकन्निहिताङ्गुहाया वेदाद्दविद्या सुनिश्चितार्थाः सन्न्यासयोगासुतयत्तसत्त्वाः ते ब्रह्मलोके तु परान्तकाले परामुखात् परिमुच्यन्ते सर्वे यो वेदादौ स्वरप्रोक्तो वेदान्तेय प्रतिष्ठितः तस्य प्रगतेन स यः परस्य महेश्वराः கலசத்தை வாங்கிடுங்க தொட்டு கும்பிட்டோன்னா வாங்கிட வேண்டியதான் தொட்டு கும்பிட்டோன்னா வாங்கிடலாம் கொடுத்துருங்க அது தொட்டு கும்பிட்டா அவ்வளோதான் தொட்டு தான் கும்பிடணும் வாங்கிக்கூடாது வாங்கிடுங்க 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 தொட்டு கும்பிட்டா முடிஞ்சு அவ்வளோதான் ரூபமேதி தத்புருஷஸ்ய விஸ்வமாஜானமக்ரே ஆதித்யவர்ணம் தமசः பரஸ்தாத் ராஜானந்தி யோனிம் மரீச்சீனாம் பதமிச்சந்தி வேதசः ആ നിറകുംഭം സ്വീകരിച്ച ഋഷിവര്യന്മാർ നമ്മുടെ ഘോഷയാത്രയുടെ മുൻനിരയിലും അത് കഴിഞ്ഞ് പഞ്ചവാദ്യം അത് കഴിഞ്ഞ് വേദപാരായണം അങ്ങനെ
साधु कृष्णानंद सरस्वती महाराज गुरुवायूर परशमय कौलाधिकारी विश्वकर्म आधीनं स्वामी बुद्धात्मानंद सरस्वती तिरुनेल्वेली ശ്രീനാരായണ ശർമ്മ എന്നിവരെ ആദരിച്ച് വാദ്യമേളത്തോടെ പാരായണത്തോടെ ഗ്രാമപ്രദർശനം
നല്ലതാവുക എന്ന് പറയുമ്പോൾ നല്ല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കേട്ട് അതിനെ മനസ്സിലാക്കി ജീവിതത്തിൽ ജീവിക്കുക, പ്രായോഗികമാക്കുക. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ തയ്യാറാണോ? അതിനാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുക, നിങ്ങളുടെ ആരോഗ്യം നോക്കുക, നല്ലപോലെ ഉറങ്ങുക, അധികം വിഷമിക്കാതിരിക്കുക, അങ്ങനെ വിഷമം വന്നാൽ എടുത്ത് ദൂരെ കളയുക. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേക്കും, ജോലി ചെയ്യും, എന്നിട്ട് എനിക്ക് വയ്യ 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 എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ നോക്കും. അവസാനം നമ്മളെ നോക്കത്തില്ല. നമ്മൾ കടന്നു കഴിയുമ്പോൾ അവർ നോക്കിയില്ലല്ലോ എന്ന് നമുക്കൊരു വിഷമം വരും. അങ്ങനെയല്ല, ഈശ്വരനെ വിളിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ നന്നായിരുന്നാലേ നമ്മുടെ കൂടെ ഉള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ നോക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും സ്വയം സ്നേഹിക്കുക, അതുപോലെ നല്ല വിഷയങ്ങളെ ഉൾക്കൊള്ളുക, നല്ല ആഹാരങ്ങൾ കഴിക്കുക, നല്ലപോലെ ജീവിക്കുക. അപ്പം ഇതുപോലെ ജീവിതത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഈശ്വര വിശ്വാസം വേണം.
എല്ലാവർക്കും ഈശ്വര വിശ്വാസം ഉണ്ടോ? എത്ര ശതമാനം ഉണ്ട്? 99% ഈശ്വരനെ വിശ്വാസമുണ്ട്. 100% നിങ്ങൾക്ക് ഉണ്ടല്ലേ? ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്ത് ദുഃഖം വന്നാലും പിന്നെ തിരിഞ്ഞു നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈശ്വരന് കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരാൻ ആർക്ക് കഴിയും? ഈശ്വരന് കഴിയും. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുക. എന്തേ? മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുക, നമ്മുടെ കുറ്റം മറ്റുള്ളവരോട് പറയാതിരിക്കുക. സനാതനമെന്ന് പറഞ്ഞാൽ സമകാലികരെ ഉണർത്തി ഉയർത്തി ഉദിപ്പിക്കുന്ന വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികൾ ഓരോരുത്തരുടെയും മനോഭാവത്തിൽ നിന്നുണ്ടായാൽ നമ്മുടെ മക്കൾ, നമ്മുടെ മുമ്പിൽ വരുന്നവർ, അവർ പ്രകാശിക്കും. നമ്മൾ മറ്റൊരാളെ നിന്ന് സ്വീകരിക്കുന്നേക്കാൾ അളവറ്റ ധനം നമ്മുടെ ഉൾബോധത്തിലുണ്ട്. ഇതിൽ വലിയ പഠിത്തങ്ങളൊന്നും വേണ്ട. സ്വാമിജിമാരെ തപസ് അനുഷ്ഠിച്ചവരുടെ സത്സംഗത്തിലൂടെ 51 അക്ഷരമാകുന്ന അംബിക, നമ്മുടെ അമ്മയാണ് അക്ഷരങ്ങൾ. ഈ അംബിക നമുക്ക് വഴങ്ങിയാൽ നമ്മുടെ മുമ്പിൽ വരുന്നവരെ നമുക്ക് ആദരിക്കാൻ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആരും ആരെക്കാളും വലിയവരല്ല, ആരും ആരെക്കാളും ചെറിയവരുമല്ല. അപ്പൊ നമ്മളെല്ലാം ശക്തരാണ്. നമ്മളിലെല്ലാം പല ശക്തികളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ സമാജത്തിന്റെ നന്മക്ക് വേണ്ടി, സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, മറ്റ് മതസ്ഥര് വളരെ ഉയരത്തിലെത്തുമ്പോൾ നമ്മൾ വീണ്ടും ഈ ദുസ്ഥിതിയിലാകാൻ പാടില്ല. അവിടെ നിന്ന് ഇനി നമ്മൾ വളരെയേറെ മുമ്പോട്ട് വരേണ്ടതുണ്ട്. വാക്കാണ് നാശം. ഇതിനിടെ ഒരു വലിയ യുദ്ധം ഉണ്ടായില്ല, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വാക്കാണ്. അതായത് ശാന്തത, അമൃതാനന്ദമയുടെ ശാന്തതയാണ്. അതുപോലെയുള്ളവർക്കൊക്കെ ഒരുപാട് നേട്ടങ്ങളും, അല്ലാത്തവർക്ക് യുദ്ധവും സംഘട്ടനങ്ങളും യുദ്ധങ്ങളും പീഡനങ്ങളും നഷ്ടങ്ങളും അനവധി ഉണ്ടാകും. ഇതില്ലാതിരിക്കണമെങ്കിൽ ക്ഷമ, സഹനശക്തി, സഹജനങ്ങളോടുള്ള ഒരു നല്ല സമീപനം, പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ജീവിച്ചു പോവുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ സമാജത്തിന്റെ ആസ്തി സമ്പാദ്യങ്ങൾ നിലനിൽക്കുകയും സമൂഹത്തിന് വഴികാട്ടിയായി ഓരോ ദേവാലയങ്ങളും അതിൻ്റെ വഴികാട്ടികളായി തുടർന്ന് മുമ്പോട്ട് വികസിച്ച് പോകണമെങ്കിൽ ഈ ക്ഷമയും നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് എല്ലാവരും നല്ല കാര്യം പഠിക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ലത് കേൾക്കാൻ ശ്രമിക്കുക. രാത്രി കിടക്കുമ്പോൾ നല്ലത് കാണാനും കേൾക്കാനും ഇടവരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭൂമിദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. നമ്മൾ നല്ലത് ചെയ്യാനും നല്ലത് കാണാനും ഇടവരട്ടെ എന്ന്. അങ്ങനെ എല്ലാം നല്ല നന്മയിൽ നിന്ന് നന്മയിലേക്ക് വരട്ടെ. നമ്മുടെ ശരീരമല്ല ആത്മാവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ലത് ചിന്തിക്കുക. എപ്പോഴും നാമജപം നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. നിങ്ങൾ ആരെയാണോ, ഏത് മൂർത്തിയാണോ ആരാധിക്കുന്നത്, ആ മൂർത്തിയുടെ നാമം എപ്പോഴും കോൺസെൻട്രേറ്റ് ആകും. എപ്പോഴും ഏകാഗ്രതയായിട്ട് ആ മൂർത്തിയെ നമ്മൾ നാമം ജപിച്ച് എപ്പോഴും കഴിയുക. ആരെയും പറ്റി കുറ്റം പറയാൻ നടക്കുക. നമ്മൾ ആദ്യം നന്നായി വരണം, അത് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ളവരോട് പറയാൻ. അതുകൊണ്ട് ഒരുത്തരും ആരെപ്പറ്റി പല മനുഷ്യരാണ്, പല രീതിയാണ്. അതുകൊണ്ട് ആരെപ്പറ്റി നമ്മളെ കയ്യിൽ എത്ര 5 വിരലുണ്ട്? 5 വിരലും ഒരുപോലെയാണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ വിരലും ഓരോ വ്യത്യസ്തത ഉണ്ട്. അപ്പോൾ പലവരും പല രൂപമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരെയും ഒരുത്തരെയും കുറ്റം പറയരുത്. നമ്മളെപ്പോഴും നമ്മളെ മനസ്സിനകത്ത് എപ്പോഴും ഈശ്വര വിചാരം, ഈശ്വര ചിന്ത, അത് മാത്രമേ വേറെ ഒന്നും. ഇപ്പം ഈ കലിയുഗത്ത് ഹരേ രാമാണ് ഏറ്റവും ഉത്തമ മന്ത്രം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം എപ്പോഴും ഉണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ നമശിവായ, ഓം നമശിവായ. നിങ്ങൾ സന്ധ്യ സമയത്ത് വിളക്ക് വധിച്ച് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഓം നമശിവായ ജപിച്ചാലും അത് നല്ല ഒരു ഐശ്വര്യമായിരിക്കും. നിങ്ങൾക്ക് കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാവും, നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവും. நாமஜபத்தை கூட நமக்கு மனசு சுத்தமாക്കാൻ பറ്റുம். இந்த கலசம் வச்சு கலசத்துக்கிட்ட மந்திரம் சொல்கிறோம். மந்திரம் எதுக்கு? தண்ணி பிடிச்சி வச்சு மந்திரம் சொல்கிறோம். ஜலம் சத்தத்தெல்லாம் வாங்கி வச்சுப்போம்.
தண்ணி இருக்கு இல்லையா, தண்ணி ஆல் சவுண்ட் இஸ் ஆகர்ஷணம் பண்ணிக்கும். அப்போ நாம் இந்த யாகசாலையில் கலசம் ஸ்தாபனம் பண்ணி மந்திர உச்சாடனம் பண்ணுறோம். மந்திரம் உச்சாடனம் பண்ணும்போது ஜலம் சத்தத்தை வாங்கி வச்சுக்குது. அந்த ஜலத்தை கொண்டு சுவாமிக்கு பிராண பிரதிஷ்டை பண்ணுறோம். मनसक्ता